ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പട്ടുപാവാട എങ്ങനെയാണ് കട്ട് ചെയ്യാന്നുള്ള അതിൻ്റെ മെഷർമെൻ്റാണ് പറയുന്നത്. കട്ട് ചെയ്യാനുള്ള മെഷർമെൻ്റാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്ത്തും അരവണ്ണമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ലെങ്ത്തും അരവണ്ണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പട്ടുപാവാട കട്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ലെങ്ത്ത് വരുന്നത് 28 ഇഞ്ചാണ്. 28 ഇഞ്ച് വരുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഇതേപോലെ കരഭാഗമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കൂടെ കൂട്ടേണ്ട ആവശ്യമില്ല. 28 ആകുമ്പോൾ നമുക്ക് ആ 28 തന്നെ എടുക്കാം. ഇനി നിങ്ങൾക്ക് ഇവിടെ അങ്ങനെ ആയിട്ട് നമുക്ക് ഇതിനുള്ളിൽ ഒരു 1/2 ഇഞ്ച് പോവും. അത് നമുക്ക് 28ൻ്റെ കൂടെ നമുക്കൊരു 1/2 ഇഞ്ച് കൂട്ടിക്കൊടുത്താലും മതി. ബാക്കി നമുക്ക് ബെൽറ്റ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഈ ബെൽറ്റ് വരുന്ന ഭാഗം നമ്മൾ ഈ 28ൽ നിന്ന് കുറച്ച് കൊടുക്കണം. 28ൽ നിന്ന് നമ്മൾ ആ 1.25 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 26.25 കിട്ടും. പിന്നെ ബെൽറ്റിൻ്റെ ഉള്ളിൽ പോയ 1/2 ഇഞ്ച് ഉണ്ടല്ലോ, അതും കൂടി നമ്മൾ കൂട്ടിയിട്ട് മാർക്ക് ചെയ്യുക. അപ്പം നമുക്ക് 27.25 വേണ്ടി വരും ഈ പട്ടുപാവാടയുടെ അളവ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾക്ക് ഇതിൽ നിന്ന് ഒരു അളവെടുക്കണം. പക്ഷെ അത് ഇത്ര തന്നെ നമുക്ക് ഇറക്കം വേണമെന്നില്ല. അപ്പം അതും കൂടി ഒന്ന് മാർക്ക് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ പകുതി മതി ഇറക്കം. പകുതി എന്നല്ല, നമുക്ക് ഏകദേശം ഇവർ പറഞ്ഞ കണക്കിനുള്ള ഒരു ലെങ്ത്താണ് നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പം നമ്മൾ 22 ഇഞ്ചിൻ്റെ ലെങ്ത്തിലുള്ള ഒരു പാവാടയാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. 22 എടുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് തയ്യൽ തുമ്പ് ആവശ്യമെങ്കിൽ കരവഴി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യൽ തുമ്പ് നമുക്ക് കൊടുക്കാം. എന്നിട്ട് നമ്മൾ 22ൽ നിന്ന് നമുക്ക് 1.25 ബെൽറ്റ് കട്ട് ചെയ്യണം. 22ൽ നിന്ന് 1.25 കട്ട് ചെയ്ത് നമുക്ക് 20.25 നമുക്ക് ഈ പട്ടുപാവാടയുടെ അല്ലെങ്കിൽ പാവാടയുടെ ലെങ്ത്ത് വരും. അപ്പോൾ നമുക്ക് പാവാട തയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതേപോലെ തന്നെ അതിൻ്റെ അരവണ്ണം കൂടി ഒന്ന് കാണണം. അപ്പോൾ അരവണ്ണം നമുക്ക് എത്രയാണ് വന്നിട്ടുള്ളത് നോക്കാം. അരവണ്ണം നമുക്ക് ചുറ്റിലും പിടിക്കുമ്പോൾ ഈ ബെൽറ്റിൻ്റെ ഒരറ്റം മുതൽ ഒരറ്റം വരെ പിടിക്കുമ്പോൾ നമുക്ക് 25ആണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ നമ്മൾ 3 ഇഞ്ച് നമ്മൾ കൂട്ടണം. 3 ഇഞ്ച് കൂട്ടിയാലുള്ളൂ നമുക്ക് ബിഗിനേഴ്സായ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് അവരെന്തായാലും 3 ഇഞ്ച് കൂട്ടണം. ഇനി പ്രൊഫഷണൽ ടൈലർമാരാണെങ്കിൽ 2 ഇഞ്ച് കൂട്ടിയാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ 3 ഇഞ്ച് കൂട്ടണം ഏറ്റവും ബെറ്റർ. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇനി നമ്മളിതിൻ്റെ തുണി എടുക്കുക എന്നുണ്ടെങ്കിൽ, നമ്മളെ പാവാട തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തുണി എടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ 25 നമ്മളുടെ അരവണ്ണം വന്നത്. അതിനെ 3 ഇരട്ടി എടുക്കണം. അപ്പോൾ 75 ഇഞ്ച് നമുക്ക് പട്ടുപാവാടയുടെ വീതി എടുക്കണം. നമുക്ക് പാവാടക്കുള്ള വീതി എടുക്കണം. എന്നിട്ട് കട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇറക്കം നമ്മൾ പറഞ്ഞ 22 ആയിരുന്നു. ഇതിൽ നിന്ന് 1.25 നമ്മൾ ബെൽറ്റിൻ്റെ ഭാഗം മൈനസ് ചെയ്ത് നമുക്ക് 20.25 വേണ്ടത്. അപ്പോൾ ആ 20.25 മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ അത് അടിഭാഗം നമുക്ക് ഇതിന് കരയില്ലാത്തതുകൊണ്ട് നമ്മൾ അടിഭാഗം മടക്കി തയ്ക്കാനുള്ള ഒരു 2 ഇഞ്ച് കൂടി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കട്ടിങ്. പട്ടുപാവാടയുടെ കട്ടിങ് വളരെ സിമ്പിളാണ്, ആർക്കും തയ്ക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ 2 സൈഡിലും ഇതേപോലെ ഒരു 1.25 ഇഞ്ച് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തതിന് ശേഷം 2.5 ഇഞ്ചിലിങ്ങനെ നമ്മളൊരു മാർക്കിംഗ് ഇട്ടെടുക്കുക. ഇതെന്തിനാ 2.5 ഇഞ്ച് മാർക്കിംഗ് ഇടണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. നമുക്ക് പട്ടുപാവാടക്ക് ഞെറിവിടാൻ വളരെ സിമ്പിളായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഇതും കൂടി നമ്മൾ മാർക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും സംശയം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ ബെൽറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ബെൽറ്റ് നമുക്ക് 25 നമ്മുടെ ഇഞ്ച് നമുക്കിത് വേണം. അതിൻ്റെ കൂടെ എക്സ്ട്രാ 3 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ടാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ലെങ്ത്ത് വിടുത്ത് വന്നിട്ടുള്ളത് 3.5 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. 1.25 നമുക്ക് 2.5 വരിക. അതിൻ്റെ കൂടെ എക്സ്ട്രാ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ 3.5 മാർക്ക് ചെയ്തിട്ടുള്ളത്. വലിയവരാണെങ്കിൽ 4 ഇഞ്ച് എടുക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.